ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് ഉത്തരവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഏറെ വിവാദമായ ഒന്നായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുകൾ കൂടി ശിക്ഷാ ഇളവിനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ രാഷ്ട്രീയമായ ഏറെ വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ പശ്ചാത്തലം? അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിന് കാരണം ഇന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഒരു സബ്മിഷൻ സഭയിൽ വരേണ്ടതായിരുന്നു. ആ സബ്മിഷൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇത് അടിയന്തര പ്രമേയ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ സ്പീക്കർ തന്നെ ഇടപെട്ട് അത്തരം നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്ന അത്യസാധാരണമായ ഒരു പരാമർശം നടത്തുകയും അന്ന് ഈ നോട്ടീസ് ഉപക്ഷേപം അവതരിപ്പിക്കാനുള്ള അനുമതി നൽകാതിരിക്കുകയും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സഭാ ബഹിഷ്കരണത്തിനും സഭാ സ്തംഭനത്തിനും അത് ഇടയാക്കിയിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ആദ്യ സബ്മിഷനായാണ് ഈ വിഷയം നോട്ടീസ് നൽകിയിരുന്നത്. അത് പരിഗണിക്കുന്ന തൊട്ടു മുമ്പാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാർ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് നൽകിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയെന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി വിഷയം സഭയിൽ വന്നെങ്കിൽ ആ നോട്ടീസ് അവതരിപ്പിക്കേണ്ടത് KK രമ ആയിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വിധവയായിരുന്നു. പക്ഷേ അതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയുമായിരുന്നു. അന്ന് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ സ്പീക്കർ പോലും ഇടപെട്ട് അതിനുള്ള അവസരം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ഇന്നും മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ സബ്മിഷന് മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിന് ഡൽഹിയിലേക്ക് തിരിക്കും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഏറ്റവും കൗതുകകരമായ കാര്യവും അങ്ങനെ ഒരു സബ്മിഷന് മറുപടി സഭയിൽ പറയേണ്ടതിന് തൊട്ടു മുമ്പ് ഇത്രയും ദിവസം വിവാദമായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ വാർത്ത, ശനിയാഴ്ച തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിനുശേഷം ഇതുവരെയും ഇത്രയും ദിവസം തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയ സർക്കാർ ഈ സബ്മിഷൻ തൊട്ടു മുമ്പ് ഇത്തരമൊരു അതായത് അരുൺ, ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് ഈ സബ്മിഷൻ സഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിഷയം സഭയിലേക്ക് വരുമ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ ഈ വിഷയത്തിൽ സർക്കാരിന് ഒളിക്കാനൊന്നുമില്ല. സർക്കാർ ഇതാ നടപടി ആരംഭിച്ചിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയൂരുക എന്നതുകൂടിയാണോ ഇതിന്റെ ഉദ്ദേശം? 100% അങ്ങനെ തന്നെയാണ്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ നമുക്കറിയാം ഇത്രയധികം രാഷ്ട്രീയ ചർച്ചകൾക്കിടവച്ച ഒരു കൊലപാതകം അടുത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അത്തരമൊരു കൊലപാതക കേസിലെ പ്രതികൾക്കാണ് അവർക്ക് CPM ബന്ധമുള്ളവരെന്ന് പലതവണ തെളിയിച്ചവരാണ്. ഒരുപക്ഷെ അവർ ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരോളിൽ മറ്റ് ഇളവുകളുമായി പുറത്തു നിന്നവരാണ്. ഹൈക്കോടതി 20 വർഷത്തേക്ക് ഒരു ശിക്ഷാ ഇളവും നൽകരുതെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയ പ്രതികളാണ്. അത്തരം 3 പേരെയാണ് ഈ ശിക്ഷാ ഇളവിന് അന്ന് നിർദ്ദേശം അവരുടെ പട്ടികയിലേക്ക് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഒരു ജയിൽ സൂപ്രണ്ട്, ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് മാത്രം ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശമുണ്ടെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അതാണ് ഇപ്പോൾ സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിർദ്ദേശവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കാര്യത്തിൽ സബ്മിഷൻ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ്. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രിസൺ ആക്ട് സർക്കാർ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തത്. 2022 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകണമെന്ന ഭാഗം ഒഴിവാക്കി. ഇതിന് ഗൂഢാലോചന അതായത് ഈ പ്രതികളെ TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള ഗൂഢാലോചന 2022 തുടങ്ങിയതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. പ്രതികൾ പലപ്പോഴും ജയിലിന് പുറത്താണ്. ശിക്ഷ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ഈ പ്രതികൾ പലരും ജയിലിന് പുറത്തായിരുന്നു. ഈ കേസിലെ പ്രതികളിൽ വലിയൊരു വിഭാഗം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഇടപെട്ട സ്വന്തക്കടത്ത് ഉൾപ്പെടെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഉൾപ്പെട്ട കേസിലെ പ്രതികളാണ് ഇത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതികൾക്ക് വലിയ രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോൾ സർക്കാർ നടത്തിയിരുന്ന നീക്കവും പ്രതിപക്ഷ സ്വാഭാവികമായി വിമർശിക്കാനിടയുണ്ട്. കാരണം സഭയിൽ ഈ വിഷയം സബ്മിഷൻ കൊടുക്കുന്നതിന് സബ്മിഷൻ അവതരിപ്പിച്ച് തൊട്ട് മുമ്പ് അത് വാർത്താക്കുറിപ്പിലൂടെ നടപടി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്തത്. മാത്രമല്ല മുഖ്യമന്ത്രിയാണ് ഇന്നും മറുപടി പറയേണ്ടത്. അദ്ദേഹം സഭയിൽ ഹാജരില്ല. അദ്ദേഹം
ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ആകും മറുപടി പറയുന്നത്. അതാണ് ഇനിയുള്ള സംശയം. എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയമായൊരു നീക്കമാണ് എന്നും രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നും CPIM തന്നെയാണ് ഇത്തരത്തിൽ ഈ ശിക്ഷാ ഇളവിന് പിന്നിലെന്നുമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഇടയിൽ ആണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുവാനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ സഭയിൽ പറഞ്ഞത്. പ്രിസന്റ് ആക്ട് സർക്കാർ ഉത്തരവിലൂടെ റദ്ദാക്കിയെന്ന് കുറ്റപ്പെടുത്തുന്നു. 2022 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകണമെന്ന ഭാഗം ഒഴിവാക്കി എന്ന ആക്ഷേപമുണ്ട്. ഇതിന്റെ ഗൂഢാലോചന ആരംഭിച്ചത് 2022 മുതൽ ആണ് എന്ന് VD സതീശൻ ഇപ്പോൾ സഭയിൽ പറയുകയാണ്. നിയമസഭ പാസാക്കിയ നിയമം സർക്കാർ ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യപ്പെട്ടു എന്നത് അടക്കമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം KK രമ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ പ്രതികൾക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു, ജയിലിൽ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രതികരിക്കാൻ സാധിക്കുന്നു, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ പരോൾ ഇവർക്ക് ലഭിക്കുന്നു, പലപ്പോഴും ഈ പ്രതികൾ പുറത്തു തന്നെയാണുള്ളത് എന്ന് പറയുന്നു. ഹൈക്കോടതി അടക്കം 20 വർഷത്തേക്ക് ഒരു തരത്തിലും ശിക്ഷാ ഇളവ് നൽകരുത് എന്ന് ഉത്തരവിറക്കിയ പ്രതികളുടെ പേരായിരുന്നു ഈ ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിലേക്ക് എത്തിയത്. അതിൽ അരുൺ, ഇങ്ങനെയൊരു പേരുകൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും എഴുതി ചേർക്കപ്പെട്ട ഒന്നല്ല എന്ന് നേരത്തെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. അതിന് വിചിത്രമായ മറുപടികളായിരുന്നു CPIMന്റെ നേതാക്കളൊക്കെ നൽകിയത്. ഈ പ്രതികളുടെ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിന് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ചോദ്യങ്ങളായിരുന്നു അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടുക എന്നൊരു നീക്കം ആണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ CPIMന്റെ ഭാഗത്ത് നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് വേണമോ സംശയിക്കാൻ? അങ്ങനെ തന്നെ കരുതണം. ഇപ്പോൾ സഭയിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷം സംസാരിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ വാക്പോരുണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഭരണകക്ഷി നേതാക്കളുമായും വാക്പോരുണ്ട്. ഒരു അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യം ഉന്നയിച്ചത്, സബ്മിഷൻ ഉന്നയിച്ചത് ഒരു വാദമാണ് ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ഉയരുന്നത്. അതിന് പൂർണ്ണമായും പ്രതിപക്ഷ ചോദ്യം ചെയ്യാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? അഭ്യൂഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എങ്ങനെയാണ് TP കേസ് പ്രതികൾ ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകേണ്ടത് പട്ടികയിൽ ഉൾപ്പെട്ടത്? ആരും അറിയാതെ, രാഷ്ട്രീയ നേതൃത്വം അറിയാതെ എങ്ങനെ അവർ ഉൾപ്പെട്ടെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇരുപക്ഷങ്ങളിലും വാക്കേറ്റം ശക്തമായി തന്നെ തുടരുന്നു. നിയമസഭ പാസാക്കിയ നിയമം 2022 ഇത്തരത്തിലെ ഉത്തരവിൽ, പ്രസിഡന്റ് ആക്ടിന്റെ ഉത്തരവിൽ സർക്കാർ ഭേദഗതി വരുത്തുന്നത്. അങ്ങനെ ഭേദഗതി വരുത്താൻ എന്ത് അധികാരമാണ് ഈ സർക്കാരിനുള്ളത്? എങ്ങനെയാണ് നിയമസഭ പാസാക്കിയ ഒരു നിയമം ഒരു സർക്കാർ ഉത്തരവിലൂടെ മറികടക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി ഈ KK രമയുടെ മൊഴി പോലീസ് എടുത്തു. 3ാമത്തെ പോലീസ് സ്റ്റേഷനാണ്. അതായത് ഇത്തരം കേസിലെ പ്രതികളെ വിട്ടയക്കുന്നതിന് മുമ്പ് അവരുടെ ഇരകളുടെ കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴി എടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ KK രമയുടെ മൊഴി പോലീസ് എടുത്തു. ഇങ്ങനെ വിട്ടയക്കാൻ അല്ലെങ്കിൽ എന്തിന് ഇത്തരം മൊഴി എടുക്കുന്നു, എന്താണ് ഇതിന് പിന്നിൽ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷ പ്രധാനമായും ചോദിക്കുന്നത്. വൈകുന്നേരവും പ്രതികൾക്ക് ഇളവ് നൽകാൻ സർക്കാർ ശ്രമം നടത്തി. ഈ ഇളവ് നൽകാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് അന്ന് നിയമമന്ത്രി അടക്കം വാദിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല സത്യം. ഇവർക്ക് ഇളവ് നൽകാൻ കൃത്യമായ ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് ഈ സബ്മിഷന് മറുപടി പറയുകയാണ്. അഭിലാഷ്, അതാണ് ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുകൂടി ഉൾപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് K ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. നിയമസഭയിൽ ഇപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം സബ്മിഷനായി ഉന്നയിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ രാത്രിയും KK രമയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 3ാമത്തെ പോലീസ് സ്റ്റേഷനാണ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത്. ഇന്നലെ വൈകുന്നേരവും പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്നലെ വൈകുന്നേരവും ഈ TP പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം നടക്കുമ്പോൾ ഒരു തരത്തിലും TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ ഈ വിഷയം മാധ്യമങ്ങളിലൂടെ ഈ പട്ടിക പുറത്തു വന്നതോടുകൂടി CPIM സർക്കാരുമൊക്കെ പ്രതിരോധത്തിലായ സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പാർട്ടി പ്രതിരോധം തീർക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായത്.
അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇപ്പോൾ RMP നേതാവ് ശ്രീ ഹരിഹരൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ഹരിഹരൻ, സാങ്കേതികമായി നമുക്ക് ശരി എന്ന് വിലയിരുത്തേണ്ടി വരുന്ന ഒരു തീരുമാനമാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ഈ പട്ടികയിൽ ഇടം നൽകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇടം നൽകിയത് ജയിൽ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിക്കുള്ള നടപടി. അങ്ങനെ നമുക്കിതിനെ ന്യായീകരിക്കാം, ഇപ്പോഴത്തെ ഈ നടപടിയെ, അതായത് ഈ സസ്പെൻഷൻ പോലെയുള്ള നടപടിയെ. പക്ഷേ ആ പേരുകൾ ജയിൽ ഉദ്യോഗസ്ഥർ സ്വമേധയാ തെരഞ്ഞെടുത്ത് എഴുതിയതാണ് എന്ന് വിശ്വസിക്കാവുന്ന ഒന്നാണോ? ഇത് ഗവൺമെന്റ് മുഖം രക്ഷിക്കാൻ വേണ്ടി ബലിയാടുകളെ ഉണ്ടാക്കുന്നതാണ്. 100 സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ആളുകളെ പരോളിൽ അയക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല. ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഏറ്റവും മേൽത്തട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, ജയിൽ DGPയുടെ ഓഫീസിലാണ്. അത് ആ തീരുമാനം താഴേക്ക് വരുമ്പോൾ അത് ഏതെങ്കിലും നിലയ്ക്ക് താഴേക്ക് ഒരു സന്ദേശം എത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക നടപടിയായിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ താല്പര്യം അനുസരിച്ചാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള താല്പര്യമാണ്. അത് ഇവരുടെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി സംഘം ശ്രമിക്കുന്നത്. അതായത് ഈ മാധ്യമങ്ങളിൽ ഇത്രമേൽ വലിയ വാർത്തയായിരുന്നില്ല എങ്കിൽ ഇത് രഹസ്യമായി നീക്കവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഒരൊറ്റ കാര്യമുള്ളൂ, ജയിലിലുള്ള ആളുകൾ ഈ TP കേസിൽ പിണറായി വിജയന്റെയും പാർട്ടിയുടെയും താല്പര്യം രക്ഷിക്കാൻ വേണ്ടി പോയ ആളുകൾ, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് അങ്ങനെ അധികാരം ജയിലിൽ കിടക്കാൻ പറ്റില്ല. അവരുണ്ടാക്കുന്ന സമ്മർദ്ദം സർക്കാരിനെ, അതിനെ നയിക്കുന്ന പിണറായി വിജയനെ, മുഖ്യമന്ത്രിയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക്, കാരണം ഇവര് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് കിട്ടുന്ന സംരക്ഷണം ജയിലിനകത്ത് കിട്ടണമെന്നില്ലല്ലോ. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്തായിരുന്നു TP ചന്ദ്രശേഖരനെ. ശരി, ശ്രീ ഹരിഹരൻ, വളരെ നന്ദി. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഞാൻ താങ്കളിലേക്ക് പിന്നീട് തിരികെ എത്താം. വളരെ നന്ദി. എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ്. 2022 ഗൂഢാലോചന ആരംഭിക്കുക. മാത്രമല്ല, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് 2010 അനുസരിച്ചിട്ട് 78(2) വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയാം സാർ? ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കുന്ന പരോള്, ശിക്ഷാ ഇളവ്, ലീവ്, ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുവാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ 1/3 താഴെ ആകാൻ പാടുള്ളൂ. പക്ഷെ ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ്, പരോളിലാണ്. അവർക്ക് ഇനി ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും. അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല. കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ 1/3 കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു സാർ? 22ാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന ആക്ട് അങ്ങ് എടുത്തു കളഞ്ഞു. സാർ, എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാണ്, നിയമജ്ഞനായിട്ടുള്ള ആളാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസാക്കിയതാണ്. സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ, ഈ സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഗവൺമെന്റ് സഭ അറിയാതെയാണ്. ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) of the Kerala Prisons and Correctional Services Act 2010 will not stand in the way of granting special remission. എന്നാ പറയുക? സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിലെ 78(2) എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൻ നിങ്ങൾക്ക് എന്തധികാരം? എന്തധികാരം? നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റ് ഉത്തരവ്, ഈ നിയമസഭ പാസാക്കുന്ന 2 മിനിറ്റ് കൂടി, ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഗവൺമെന്റ് ഉത്തരവിലൂടെ ബൈപ്പാസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അപ്പൊ ആരെ രക്ഷിക്കാനാണ്? അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി. രണ്ടാമത് അവരുടെ 1/3 എന്നുള്ള സംഭവം എടുത്തുമാറ്റി. സർ, എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത്. ഇനി
ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഇതൊരു അഭ്യൂഹമാണ്. സാർ, ഈ ജയിൽ സൂപ്രണ്ട്, സർക്കാരല്ല പറഞ്ഞത്, ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് എങ്ങനെ അഭ്യൂഹമാണ്? അതെങ്ങനെ അഭ്യൂഹമാണ്? നമ്പർ 1. നമ്പർ 2, ഇതിൽ ഇരയായിരിക്കുന്ന ഒരു വനിതയുണ്ടല്ലോ ഇവിടെ, ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ, അവരോട് പോലീസ് അന്വേഷിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ഒരു പ്രതി KK മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് സ്റ്റേഷൻ 21/6/2024 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു. സാർ, രണ്ടാമത്തത് വേറൊരു പ്രതി S സിജിത്ത്, അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം 22/6 ഈ മാസം, ഈ കഴിഞ്ഞ ആഴ്ച 24 വൈകുന്നേരം MLA ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു. രണ്ടാമത്തെ കേസ്. അപ്പൊ TK രജീഷിന്റെ എടുത്തിട്ടില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞത് TK രജീഷ്, മുഹമ്മദ് ഷാഫി, S സിജിത്ത് എന്നീ 3 പ്രതികളെ ഇല്ലാത്തുള്ളതായിട്ടാണ്. സാർ, ഇപ്പൊ നോക്കിയപ്പോ എന്താ, ഏഴാമതൊരാളും കൂടിയുണ്ട് പ്രതി, ട്രൗസർ മനോജൻ. നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ചെയർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതൊരു അഭ്യൂഹമാണെന്ന്. ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ, ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. നാളെ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ, അഭ്യൂഹമാണെന്ന് നിങ്ങൾ പറയാ. നിങ്ങളിത് അല്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാ. ഇത് അഭ്യൂഹം. ഇന്നലെ രാത്രി ആ സ്ത്രീയുടെ 4ാമത്തെ പോലീസ് സ്റ്റേഷൻ, 3ാമത്തെ പോലീസ് സ്റ്റേഷൻ, ലെറ്റ് മീ കംപ്ലീറ്റ് 3ാമത്തെ പോലീസ് സ്റ്റേഷൻ കാര്യം പറയട്ടെ. അംഗങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് സമയം കൊടുത്താണ്. നോ, നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ചാണ്. നിങ്ങൾ ബഹളം വെച്ച് സമയം കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നോ, സബ്മിഷനാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സമയം അനുവദിച്ച് നിങ്ങൾ ബഹളം വെക്കണ്ട. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യൂ. സബ്മിഷൻ മാത്രമല്ല, അടിയന്തര പ്രമേയത്തിന് അനുമതി അല്ലല്ലോ കൊടുക്കുന്ന സബ്മിഷൻ സമയം കൊടുക്കും. പ്ലീസ്, നിങ്ങളല്ല സ്പീക്കർ തീരുമാനിക്കുന്നതല്ല. അപ്പോ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സ്ഥിതിയാണുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ പ്രതികൾ ആരാ? പരോളിൽ ഇറങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, സ്വർണം പൊട്ടിക്കൽ കേസ്, ഇതില് കൊട്ടേഷൻ സംഘങ്ങൾ, നിരവധി തോക്ക്, ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ഈ സർക്കാർ ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ്, കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷാ ഇളവ് കൊടുക്കും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രി. സർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡപ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 30/6/2024
ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ക്ഷമിക്കണം, 35 അതാ അത് തീയതി തിരുത്താം. തീയതി തെറ്റിയിട്ടുള്ളതാ അത്. പ്രത്യേക സാർ ഇതെന്താ സാർ? നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഇപ്പുറത്താരും ബഹളം വെച്ചില്ല. അല്ല, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. നിങ്ങൾ നിശബ്ദരായിരിക്കൂ. മന്ത്രി മറുപടി പറയട്ടെ. മറുപടിയാണ് അങ്ങേക്കുള്ള മറുപടിയാണ്. മന്ത്രി മറുപടി പറയട്ടെ. അങ്ങേക്കുള്ള മറുപടിയാണ്. പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല. SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ്. SC നമ്പർ 867/2012 നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ്. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി 22/6/2024 ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ്. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ, നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. സർ, ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിന് 2022 മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ SC നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ജയിൽ സൂപ്രണ്ടിന്റെ പട്ടിക പുതുക്കി മാനദണ്ഡ പ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് 3/6 36 തെറ്റായിട്ട് പറഞ്ഞതാണ്. 3/6 ഈ കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത്. മാനദണ്ഡ പ്രകാരമുള്ള പട്ടിക സമർപ്പിക്കണം എന്നുള്ളത്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലീസ് 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 പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന്റെ നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണങ്ങൾ എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവില്ല. അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല, ഉചിതമായില്ല എന്നാണ് കാര്യത്തിൽ പറയാനുള്ളത്. സബ്മിഷൻ
സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അൽ ഫയാസ് അലി എന്ന 14-കാരനാണ് വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വീടിന് തൊട്ടടുത്ത മതിൽ വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം ഇന്നലെ രാത്രി ആലപ്പുഴ നഗരത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആറാട്ടുവഴി സ്വദേശിയാണ് ഈ കുട്ടി. മാത്രമല്ല അത് ഈ കുട്ടി പോകുന്ന വഴിയിൽ തന്നെ മഴക്കെടുതി മൂലം, അതായത് മതിലിന് ബലക്ഷയം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത്തരത്തിൽ ദുഃഖകരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അന്തേക്ക് പറമ്പ് വീട്ടിൽ അലിയുടെയും ഹസീനയുടെയും ഏക മകനാണ് മരിച്ച അൽ ഫയാസ് എന്ന 14-കാരൻ. അത്തരമൊരു ദുഃഖകരമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ അൽ ഫയാസിന്റെ ഭൗതിക ശരീരം ഇന്ന് പഠിച്ച ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദുഃഖകരമായ സാഹചര്യം കൂടി ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിലെ ഈ മഴ കനത്തതോടുകൂടി അവധിയൊക്കെ പ്രഖ്യാപിക്കാനും ഒരു പ്രധാന കാരണം ഈ കുട്ടിയുടെ മരണവും ഒക്കെയാണ് എന്നുള്ളതാണ്. പലയിടത്തും കുട്ടികളെ സ്കൂളുകളിലേക്കൊക്കെ വിടാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലമാണ് അത്തരമൊരു സാഹചര്യവും ഈ അപകട സാഹചര്യവും ഒക്കെ കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർ അവധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളത് ഇപ്പോൾ തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് കടലാക്രമണ സാധ്യതയുള്ള ഇടങ്ങളിൽ അത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തൃക്കുന്നപ്പുഴ പ്രണവം ജംഗ്ഷൻ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെയുണ്ട്. അത്തരത്തിൽ കടലാക്രമണ ബാധിത മേഖലകൾ ഉണ്ട് എന്നും ഉള്ളതും ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തീരദേശം കൂടുതലായുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങൾ പ്രശ്നമുണ്ട്. പക്ഷേ ഈ പമ്പയാറ്റിലെയോ മറ്റ് ആറുകളിലെയോ ഒന്നും ജലനിരപ്പ് അത്ര ക്രമാതീതമായ രീതിയിൽ വർദ്ധിക്കുകയോ അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. തോട്ടപ്പള്ളി സ്പിൽവേ മുറിച്ച അവസ്ഥയിലാണ്. പൊഴി ആദ്യഘട്ടത്തിൽ തന്നെ മുറിച്ചു നീക്കിയിരുന്നു. വലിയ തോതിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥർക്ക് ആണ് ഇപ്പോൾ സസ്പെൻഷന് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. അതേസമയം വിഷയം വലിയ തോതിൽ രാഷ്ട്രീയമായി ആക്ഷേപം ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണിത്. CPM-നും സർക്കാരിനുമെതിരെ വലിയ വിമർശനം ഉയരുന്ന പശ്ചാത്തലം. ഇന്ന് പ്രതിപക്ഷ നേതാവ് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കുകയും അതിന്മേൽ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സബ്മിഷൻ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇറങ്ങിയത്.